പിതാവായ ദൈവത്തെ പരീക്ഷിക്കരുത്. അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് സകല വചനം കൊണ്ട് ജീവിക്കുന്നുള്ള വചനം ഉറവിട്ട് ആ പിശാചിന്റെ തന്ത്രത്തെ ജയിച്ചവനെ അവൻ പിശാചിനെ തകർക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ വീണ്ടും ഹല്ലേലൂയ പരീക്ഷ കാലത്തേക്ക് ചില കാലത്തേക്ക് വിട്ടുമാറിയിട്ട് വീണ്ടും എവിടെ വരികയാണ്? ഗത്സമന തോട്ടത്തിൽ വരികയാണ്. ഗത്സമന തോട്ടത്തിൽ അവന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ വെക്കുകയാണ്. വേണമെങ്കിൽ ഈ ക്രൂശ് നിനക്ക് ഒഴിവാക്കാം. അവൻ ശിഷ്യന്മാരോടുകൂടെ നിനക്ക് ഈ ഐഹിക രാജ്യം, ഈ എർത്ത് കിങ്ഡം നിനക്ക് സ്ഥാപിക്കാം. എന്നാൽ ഹല്ലേലൂയ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഷ്ടതയുടേതാണ്, അത് ഹല്ലേലൂയ വേദനയുടേതാണ്, അത് ക്രൂശിന്റെ പാതയാണ്. ആമേൻ. യേശു ഈ രണ്ട് ചോയ്സിന്റെ നടുവിൽ ഒന്ന് ഞരങ്ങി, ഒന്ന് ഭാരപ്പെട്ടു, തന്റെ ഹൃദയം വേദനിച്ചു. ശിഷ്യന്മാരുടെ ഉറക്കം കണ്ട് തനിക്ക് വളരെ വേദനയുണ്ടായി. പത്രോസ് വലിയ വീരവാദം അവൻ മുഴക്കിയ വ്യക്തിയാണ്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവൻ ഇപ്പോൾ ആ ശീലത്തിൽ കിടന്നുറങ്ങുക. യേശു ഒറ്റയ്ക്ക് ആ പ്രതിസന്ധിയെ നേരിട്ടു, ആ പിശാചിനെ നേരിട്ടു. ആമേൻ. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ രണ്ട് ചോയ്സ്. വേണമെങ്കിൽ ക്രിസ്തുവിനെ ക്രൂശിനെ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ക്രൂശിലേക്ക് പോകാം. എന്നാൽ പിതാവായ ദൈവത്തേക്ക് നോക്കിയ യേശു കർത്താവ് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ. അത് പറഞ്ഞപ്പോൾ ഇതാ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ, യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ എപ്പോൾ പിതാവിന്റെ ഹിതത്തിനെ ഏൽപ്പിച്ചു കൊടുത്തോ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ, അവനെ ഒരുക്കുവാൻ, ബലപ്പെടുത്തുവാൻ ദൂതന്മാരെ അയച്ച് അവൻ എഴുന്നേൽക്കാം, പോകാം എന്ന് പറഞ്ഞ ധൈര്യത്തോടെ ക്രൂശിലേക്ക് നടന്നുപോയ കർത്താവ് കാൽവരി ക്രൂശിൽ വെച്ച് പിശാചിന്റെ തലയെ തകർത്ത് അവന്റെ മേൽ ആയുധവർക്കം അവൻ അഴിച്ചു വെപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇന്ന് പകൽക്കാലം നമുക്ക് ജയം തന്നിരിക്കുകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവയെങ്കിൽ ഊവ എന്നത്രേ. ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാൻ ഒരു പിശാചിന് കഴിയത്തില്ല. നീ ദൈവത്തിന്റെ ഉദ്യാനത്തിലാണെങ്കിൽ, when you are in the garden of Eden, even in the garden of grace, a broken tree can grow. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും അവൻ വീണ്ടും പൊട്ടിക്കിളർക്കും. അതിന്റെ കാരണം അവൻ വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ മതി. പരിശുദ്ധാത്മാവിൽ ആരാധിക്കും ദൈവമായിരുന്നതേ. നീ എത്ര തകർന്നുവെന്ന് ലോകം പറഞ്ഞാലും, എത്ര പരാജയപ്പെട്ടുവെന്ന് ആരുമില്ലെന്ന് നിന്നെ കുറിച്ച് ലോകം പറഞ്ഞാലും, അവൻ നീ ദൈവത്തിന്റെ ഗാർഡനിലാണെങ്കിൽ, ദൈവത്തിന്റെ ആ കൃപയുടെ അവൻ തോട്ടത്തിലാണെങ്കിൽ, നിന്റെ മേൽ കൃപ വ്യാപരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആമേൻ ജീവജലത്തിന്റെ നദികൾ നിന്നെ കൊഴുക്കി നിന്നെ വീണ്ടും വളർത്തുവാൻ, നിന്നെ വീണ്ടും ഹല്ലേലൂയ വീണ്ടും വളർത്തുവാൻ, വീണ്ടും പൊട്ടിക്കിളിർപ്പിക്കുവാൻ. ഓ ശബന ഹദര റിഗന വേഗ ശൈദന ദലസ്യ